മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയത്തിലേക്ക്. ശ്രീ ഷാഫി ചാലിയം, ഡിവൈഎഫ്ഐ അടക്കം പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. മറ്റ് വിദ്യാഭ്യാസ സംഘടനകൾ, യുവജന സംഘടനകളെല്ലാം ഇപ്പോൾ NIT ക്യാമ്പസിലേക്ക് സമരവുമായി എത്തുന്നു. വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നാൽ മതിയോ? യുവജന സംഘടനകളുടെ പ്രതിഷേധം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോൾ പോലീസും ഇടപെട്ട് ഒതുക്കി തീർക്കും. മുഖ്യധാരാ രാഷ്ട്രീയം പോലും, കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയം പോലും ഇടപെടണ്ടേ? ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സംഘീവൽക്കരണം എന്നുള്ള ഒരു ആശങ്ക മിനിമം മുസ്ലിം ലീഗിനെങ്കിലും ഇല്ലേ? അതായത് കഴിഞ്ഞ 6-7 വർഷക്കാലമായി കേരളത്തിൽ എന്ത് വിദേശ പ്രസംഗവും പരാമർശങ്ങളും ടെസ്റ്റുകളും സോഷ്യൽ മീഡിയ വഴിയും ചാനൽ ചർച്ച വഴിയും പ്രസംഗ പീഡനങ്ങൾ ഉപയോഗിച്ചുമൊക്കെ കേരളത്തിൽ നിർമ്മാണം നടത്തുക. ഒരു നിയമവാഴ്ചയില്ലാത്ത ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുക. ഈ കേരളത്തിൽ തന്നെ ഇതൊക്കെ നടക്കും. കേരളത്തിന് പുറത്ത് സത്യത്തിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റിൽ പോലും ഇത്ര ധൈര്യത്തോടു കൂടി വിദേശം വിളിച്ചു പറയാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലായത്. ഇവിടെ 2025 ജനുവരിയിലാണ് ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന ഒരു തല്ലിപ്പൊളി വക്കീൽ എന്ന് തന്നെ പറയും, പാവപ്പെട്ട ഈ ഹിന്ദു ഭക്തരെ ഉപയോഗപ്പെടുത്തി പൗരാണികമായ 1000-2000 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രാവിശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടെന്നും അത് ഞാൻ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് ഹിന്ദു ഭക്തരെ ചൂഷണം ചെയ്ത് പണം പിടുങ്ങിയ അനേകം പരാതികൾ നേരിട്ടുള്ള ഒരു കള്ള വക്കീലാണ് ഈ കൃഷ്ണരാജ്. ഈ കൃഷ്ണരാജാണ് രാഷ്ട്രപിതാവിന് നേരെ വെടിവെച്ച ഗോഡ്സെ എന്ന ഒരു ഭീകരനെ രാഷ്ട്രം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ വ്യക്തിയെ, ആ വ്യക്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റ്. സത്യത്തിൽ സ്വമേധയാ ഈ വക്കീലിനെതിരെ കേരള പോലീസ് കേസെടുക്കണം, അല്ലെങ്കിൽ ബാർ കൗൺസില് ഇദ്ദേഹത്തിന് നടപടി സ്വീകരിക്കുന്നു, ഒന്നുകൂടി സ്വീകരിച്ചു. വ്യക്തിപരമായിട്ട് അത് ഞാൻ ഇടപെടുന്നത് വ്യക്തിപരമായിട്ട് കൂടെ പറയാനുണ്ട്. മാധ്യമപ്രവർത്തകർക്കടക്കം, ഞാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കടക്കം വളരെ മോശമായ ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇടുന്ന കണ്ടന്റ് എന്താണെന്നുള്ള ബോധം പോലും NITയിലെ ഒരു പ്രൊഫസർക്ക് ഉണ്ടാകുന്നില്ലേ? ഈ തരത്തിൽ അല്ലെങ്കിൽ ഗോഡ്സെയെ പ്രകീർത്തിച്ച് കമന്റ് ഇടുന്ന ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ബോധം എന്നുള്ള ചോദ്യമായിരിക്കും റെലവന്റ് അല്ലാതെ ആയി പോകുന്നത്, അല്ലേ? അതായത് നമ്മളെ നോർത്ത് ഇന്ത്യയും ഈ കേരളവും തമ്മിലുള്ള വ്യത്യാസം, അവിടെ എന്ത് പറഞ്ഞാലും വിദ്യാഭ്യാസമില്ലാത്ത വർഗീയവാദികളാണ്, ഇവിടെ വിദ്യാഭ്യാസമുള്ള വർഗീയവാദികളാണ്. വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത വർഗീയവാദിയെ ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെടുക്കാനും സാധിക്കും. പക്ഷേ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ വർഗീയവാദികളായി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് കഷ്ടം? ഈ സ്ത്രീ, ഈ ആണ്ടവൻ എന്ന ഈ ഷൈജ ആണ്ടവൻ ഈ പോസ്റ്റിനെയാണ് പ്രകീർത്തിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പോസ്റ്റിനെ പ്രകീർത്തിച്ച് പോസ്റ്റ് ഇട്ട അന്ന് തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും, വിശേഷിച്ച് DYFI അടക്കമുള്ള സംഘടനകളെയും വിഷയത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശക്തമായ മാർച്ചും പ്രതിഷേധവും കോളേജിലേക്ക് നടത്തും. SFI കൊടുത്ത പരാതി പുറത്ത്, MSF കൊടുത്ത പരാതി പുറത്ത്, കുന്നമംഗലം പോലീസ് കേസെടുത്തു. എന്തിനാ കേസെടുത്തത്? ചുമ്മാ 153 വിശേഷിച്ച് DYFI അടക്കം കേൾക്കുന്നുണ്ട്. ശക്തമായ കുഴപ്പമുണ്ടോ? ഇല്ല, പറഞ്ഞ ഒരു ചെറിയ സാങ്കേതിക വിഷയം. ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ വരാം ശ്രീ ഷാഫി ചാലിയം.